അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറഞ്ഞു തുടങ്ങുകയാണ്. എൻ്റെ പേര് മെബിൻ, ഇത് എൻ്റെ അമ്മ മിനി, ഇത് എൻ്റെ അപ്പച്ചൻ വില്യംസ്. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് എന്നുള്ളത് ഈ 2024 ജനുവരി 14 എനിക്ക് ഏറ്റവും വലിയ നിയോഗം എന്നുള്ളത് എൻ്റെ ജോലിയിലൊരു പ്രൊമോഷനായിരുന്നു. ഞാൻ 3 വർഷമായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് പ്രൊമോഷനായിട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ വന്നിട്ട് പ്രൊമോഷൻ സൂപ്പർവൈസറായിട്ടുള്ളവർക്ക് ആകെ 6 പേർക്കുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അത് 8 അമ്മ മാറ്റി തന്നു എനിക്ക്. പിന്നെ അതിന് ശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂക്ക് ഓരോ പ്രാവശ്യം ഞാൻ പ്രതീക്ഷ പ്രാർത്ഥന പറഞ്ഞിട്ട് ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ വിതറി പിന്നെയാണ് ഞാൻ ഉള്ളിൽ കയറുക. അപ്പോൾ 4 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് 1 മാസത്തിൽ തന്നെ എനിക്ക് അവിടെ പ്രൊമോഷൻ കിട്ടി, ഞാൻ ജോലിക്ക് കയറി. പിന്നെ അതിനുശേഷം 6 മാസമാണ് എനിക്ക് കൺഫർമേഷൻ പീരീഡ്. പക്ഷേ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് 1 മാസത്തിൽ കൺഫർമേഷനായി. ഞാനിപ്പോൾ അവിടെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയാണ്. രണ്ടാമത്തെ അനുഭവം എന്നുള്ളത് എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കാൻ വേണ്ടി ലോൺ എടുത്താണ് ബാങ്കിൽ നിന്ന്. അപ്പോൾ ഒരു 3 വർഷമായിട്ട് എനിക്കത് അടയ്ക്കാൻ പറ്റിയില്ല. അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ബാങ്കിൽ നിന്ന് അവർ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിലുള്ളവരുടെ പേരിലും കേസ് കൊടുത്തിട്ട് കഴിഞ്ഞ 2023 നവംബർ 1 കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞ് എനിക്കൊരു വക്കീലിനോട് അയച്ചായിരുന്നു. അപ്പം ഞങ്ങൾക്കറിഞ്ഞ വക്കീൽ വെച്ച് ഞങ്ങൾ കണ്ട് സംസാരിച്ചപ്പോൾ പോയി ഹാജരായി അവർ പറഞ്ഞു സംസാരിച്ച് ഞങ്ങൾ സെറ്റിൽമെൻറ്റിൽ ഒതുക്കാനായിട്ട് തീരുമാനിച്ച് ബാങ്കിലും ഞങ്ങൾ വക്കീലുമായിട്ട് സംസാരിച്ച് ഇടപെട്ട് കഴിഞ്ഞ മാർച്ച് മാസം ഞങ്ങൾ സെറ്റിൽമെൻറ്റിൽ 1,35,000 രൂപയ്ക്ക് ഞങ്ങൾ അടച്ച് ക്ലോസ് ചെയ്തു. പക്ഷേ അവർ അടയ്ക്കാൻ പറഞ്ഞ് 2,83,000 ആയിരുന്നു. പിന്നെ വേറെ കാര്യം എന്നുള്ളത് എൻ്റെ അപ്പച്ചൻ്റെ കാലിൽ ചൊറിച്ചിലുണ്ടായിരുന്നു. ഒരു 6 വർഷമായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു. അമ്മയെ ഉടമ്പടി എടുത്താണ്. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്ത് 3ാമത്തെ ദിവസം ഉപ്പ് വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് കാല് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ അടുത്ത ദിവസം കൊണ്ട് ആ ചൊറിച്ചിലുമില്ല. ഇതുവരെ ഒരു ചൊറിച്ചിലുമില്ല അച്ഛന്. പിന്നെ അതേപോലെ ഞങ്ങളുടെ വീട്ടിൽ മാവുണ്ടായിരുന്നു. ആ മാവിൽ എപ്പോഴും വർഷത്തിന് 3 പ്രാവശ്യം കായ്ക്കണതാണ് കായ്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ വർഷം കായ്ച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വെള്ളത്തിലിട്ട് മൊത്തം തെളിച്ചു. അടുത്ത ദിവസം ഫുള്ളും പൂവായിരുന്നു. ഞങ്ങൾക്ക് 6,000 രൂപയ്ക്ക് വിറ്റ് കിട്ടാനുള്ള മാങ്ങയുണ്ടായിരുന്നു അതിൽ. പിന്നെ അതേപോലെ ഞങ്ങളുടെ ബന്ധുവിൽ ഒരു ചേച്ചി അമ്മായി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ക്യാൻസർ ആയിരുന്നു. ആ ക്യാൻസർ ഉള്ളതുകൊണ്ട് അവർക്ക് അമ്മ ഉടമ്പടി എടുത്തപ്പോൾ അമ്മയ്ക്ക് മാതാവ് പറഞ്ഞതാണ് ഇങ്ങനെ അവരെ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ അവരെ പോയി കണ്ടു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം തുളച്ചി പിന്നെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും തേനും കൊടുത്തായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് 3 മാസം കഴിഞ്ഞ് ഇനി വന്ന് കണ്ടാൽ മതി, ക്യാൻസർ പൂർണ്ണമായിട്ട് പോയി. പിന്നെ അതേപോലെ എൻ്റെ മേമയ്ക്ക് ഇതുപോലെ 12 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ചു ഉപ്പ് കൊടുത്ത് എല്ലാ ദിവസവും ചോറിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് പ്രാർത്ഥിച്ച് അവർ കഴിക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു കൊച്ചു ജനിച്ച ആൺകുട്ടിയാണ്, അവന് 3 മാസമായി. അവന് സിയാൻ ജോർജ് എന്നാണ് പേരിട്ടേക്കുന്നത്. ഞാൻ ഒരു ഫൗണ്ടേഷൻ തങ്കം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ട്, ഒരു NGO ആണ്. അപ്പോൾ എല്ലാ മാസം 1000 രൂപ മിനിമം എന്നെ കൊണ്ടാവുന്ന കാര്യം ഞാൻ അതിൽ ഇട്ട് കൊടുക്കുക, അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കും. അപ്പോൾ അതേപോലെ അടുത്ത പള്ളിയിൽ പോയും പത്രം വിതരണം ചെയ്യും. അതേപോലെ എൻ്റെ ഓഫീസിലുള്ള എല്ലാവർക്കും പത്രം വിതരണം ചെയ്യും. ഏറ്റവും എന്നുള്ളത് ഫസ്റ്റ് ഞാൻ വെച്ച നിയോഗം എന്നുള്ളത് ഞാൻ ദൈവത്തിൽ അടുക്കണമെന്നാണ്. ഞാൻ ഏറ്റവും പുറകിലുള്ളതാണ് ദൈവത്തിൽ. എന്ന് വെച്ചാൽ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് കുരിശ് പോലെ വരയ്ക്കാണ്ട് തിരിച്ചു പോകുന്ന ആളാണ്. ചെക്കന്മാരുടെ കൂടെ പുറത്ത് പോവുക, കളിക്കുക, ഇതുപോലെ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഞാൻ വീട്ടിലിരിക്കും, 6 മണിയുടെ കുർബാനയ്ക്ക് ഞാൻ പോകും, ഫുള്ള് പങ്കെടുത്തിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ. അത്രയായിട്ട് എനിക്ക് അമ്മ അനുഗ്രഹം തന്നിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ മോനും അവന് കഴിഞ്ഞ മാസമാണ് ഡിഗ്രി കംപ്ലീറ്റ് ആയത്. അപ്പോൾ അവന് ഡിഗ്രി കംപ്ലീറ്റ് ആയതും ഒരു ജോലി കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. 11-ാം തീയതി അവൻ്റെ ലാസ്റ്റത്തെ എക്സാം കഴിഞ്ഞു. അവൻ 13-ാം തീയതി തന്നെ ഒരു ജോലിക്ക് ജോയിൻ ചെയ്തു. അവൻ്റെ ആദ്യത്തെ ശമ്പളം ഇന്ന് ഞങ്ങൾ മാതാവിന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞങ്ങളുടെ അയൽപക്കത്തുള്ള രാജൻ എന്നൊരു സഹോദരനുണ്ട്. അവന് ഷുഗർ മൂലം കാലിൻ്റെ പെരുവിരലെടുത്തതായിരുന്നു. ചെവിയിൽ മുഴുവൻ പഴുത്ത് ഒലിക്കുമായിരുന്നു. കണ്ണിന് കാഴ്ചശക്തി കുറഞ്ഞു പോയി. അപ്പം ഞങ്ങൾ കൃപാസനത്തിൽ തൈലം കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ 1.5 വർഷത്തോളമായിട്ടും അവൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരികയൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ ഓപ്പറേഷൻ ചെയ്ത കണ്ണ് കാഴ്ച കിട്ടിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വീണ്ടും കണ്ണിന് ചുറ്റും തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കണ്ണിനും കാഴ്ച തിരിച്ചു കിട്ടി. അതേപോലെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ
പത്രം എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കും, അനാഥാശ്രമങ്ങളിൽ ചെന്ന് ഭക്ഷണം കൊടുക്കും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. അതേപോലെ ദിവ്യബലിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതേപോലെ ഞങ്ങൾ പള്ളിയിൽ പോകും, കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യും. അതേപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെവിയുടെ വലത്ത് വശത്ത് ഒരു വേദനയുണ്ടായിരുന്നു. ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ വലത്തെ വശത്ത് എല്ല് തേഞ്ഞ് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ എല്ലിൽ ഒരു ഇഞ്ചക്ഷൻ ഇടണം എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് കൃപാസനത്തിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ 4 പേരും കൂടെ ചേർന്ന് വിശ്വാസ പ്രമാണം ചൊല്ലും. എപ്പോഴും ചൊല്ലി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് വരയ്ക്ക് വീണ്ടും ആ വേദന വന്നിട്ടില്ല. അതേപോലെ ചെറുതും വലുതുമായ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഈ അൾത്താരയിൽ കയറി ഈ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഞങ്ങൾ ഇത് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. മെബിൻ CW എന്ന് പറയുന്ന 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. ഉടമ്പടിയിൽ നമ്മൾ പറയുന്നുണ്ട്, വചനം പാലിക്കുന്നവർക്ക് 2 ചിറകുകൾ ലഭിക്കും. ഒന്ന് വിനയത്തിൻ്റെ ചിറക്, രണ്ടാമത്തേത് സമർപ്പണത്തിൻ്റെ ചിറക്. ഈ ചിറകുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമയത്തിൻ്റെ മേൽ അവർ പറന്നു പോകുന്നത്. സമയത്തിനും അതീതമായിട്ട് അവർ യാത്ര ചെയ്യുന്നത് ഈ ചിറകുകൾ ഉപയോഗിച്ചാണ്. ഈ സഹോദരൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയായിരുന്നു, തൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ പങ്കുചേർന്ന് പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒത്തിരി താമസത്തോടു കൂടിയായിരുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം സാധിച്ചു കിട്ടുവാനായിട്ടും അതുപോലെ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ആയിരിക്കുന്ന അടുത്ത് തന്നെ പ്രമോഷനായി ജോലിയിൽ പ്രവേശിക്കുവാനായിട്ടും ഈ സഹോദരന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉടമ്പടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഭാരലഘുത്വം എന്ന് പറയുന്നത്. ഈ സഹോദരന് ലോൺ എടുത്തൊരു വലിയ കടമുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ ഉടമ്പടി പ്രാർത്ഥനയിൽ അത് ഏറ്റെടുക്കുകയും ആ ലോണിൻ്റെ ഭാരം കുറച്ചു കൊടുക്കുകയും അങ്ങനെ ഈ സഹോദരന് എത്രയും വേഗം തന്നെ തൻ്റെ ലോൺ അടച്ച് പൂർത്തിയാക്കുവാനായിട്ടുള്ള സഹായം പരിശുദ്ധ അമ്മ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ ഒത്തിരിയേറെ സൗഖ്യങ്ങൾ ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടമ്പടി തൈലവും കാശുരൂപവും ഉപ്പുമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം സൗഖ്യത്തിൻ്റെ സാന്നിധ്യമായിട്ട് കടന്നു വരുന്നതാണ് നമ്മൾ കണ്ടത്. ആർക്കൊക്കെ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചുവോ, ആർക്കൊക്കെ വേണ്ടി ഇവർ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുവോ, അവരുടെ എല്ലാം ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ അത് ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ കാണിച്ച വിശ്വസ്തതയുടെ അടയാളമാണ്. ഉടമ്പടി വിശ്വസ്തയോടുകൂടി പാലിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടാകും, സംരക്ഷണമുണ്ടാകും, കരുതലുണ്ടാകും. നമുക്ക് കരങ്ങളടിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി, ഈ കുടുംബത്തിൻ്റെ നാമത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്ക്